ഡാഡി മുത്തശ്ശി മുത്തശ്ശി ഡാഡി ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം. അച്ഛൻ ഇപ്പൊ വരും, അവനോട് തന്നെ പറ. ഇറങ്ങി വാടാ വിവരം കേട്ടവനെ. പിന്നെ തലേന്ന് മുട്ടല്ലേ, സൂക്ഷിച്ചു വാ. എടാ നീ ആയിട്ടാണ് വരേണ്ടത്, പിന്നെ ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നു. ഡാഡി ഹായ് ഡാർലിംഗ്. ഞാനൊരു ഗുഡ് ന്യൂസ് പറയാൻ പോവാ. ഞാനും നിനക്കായിട്ട് ഒരു ഗുഡ് ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. വാ മോനെ വാ. നമസ്കാരം. നാരായണ വണ്ടി എടുത്ത് ഷെഡ് ഇട്. വരൂ വരൂ. വാടാ, വാ 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 ഇരിക്കേ. നിനക്ക് വൈഫിനെ കൂട്ടി വരായിരുന്നു. നമ്മൾ പറഞ്ഞനുസരിച്ച് നാളെയല്ലേ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞത്, അതുകൊണ്ടാ അവളെ കൊണ്ടുവരാഞ്ഞത്. മോളെ, അമ്മാവന്റെ കാലിൽ വീണ് അനുഗ്രഹം വായിക്കും. നീ പോ, ഞാൻ നോക്കിക്കൊള്ളാം. പോ മോളെ. മോളെ, നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടവനെ തന്നെ കിട്ടട്ടെ. ദീർഘസുമംഗലിയായി ജീവിക്ക്. എന്റെ മകൻ ഭാഗ്യം ചെയ്തവനാ. നന്നായിരിക്കട്ടെ മോളെ. രാജശേഖര, എന്നാ ഞാൻ വരട്ടെ. ശരിടാ, വരട്ടെ അമ്മേ. മോളെ ഇറങ്ങട്ടെ. അച്ഛാ, എനിക്ക് കുറച്ച് സംസാരിക്കണം. എനിക്കും പറയാനുണ്ട്. ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നില്ല അച്ഛാ. നീ അമേരിക്കയിൽ പോകണം. അമേരിക്കയിലുള്ള എന്റെ സുഹൃത്തിന്റെ മകനാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അച്ഛാ, എന്റെ മനസ്സിലൊരാള്. നീ നിന്റെ മനസ്സിനെ കുറിച്ച് പറയണ്ട, ഞാൻ എന്റെ അന്തസ്സിനെ കുറിച്ചാ പറയുന്നത്. അച്ഛാ, അച്ഛാ ഞാനില്ലെങ്കിൽ അവൻ. അറിയാം, നീ ഇല്ലെങ്കിൽ അവൻ മരിച്ചു പോകും. ഈ കല്യാണം നടന്നില്ലെങ്കിൽ നിന്റെ അച്ഛനായ ഞാൻ കാരണം ആരും മരിക്കണ്ട, ഞാൻ തന്നെ മരിച്ചോളാം. നീ അത് ചെയ്യ. ഒരു ദിവസം മരണം, അടുത്ത ദിവസം കർമ്മം. അത് ചെയ്തിട്ട് അന്തസ്സോടെ ജീവിക്കുമെന്നല്ലാതെ ഒരുത്തന്റെയും മുന്നിൽ കൈനീട്ടി നിൽക്കുവാൻ എന്നെ കിട്ടില്ല. ഇമ്പോസിബിൾ. അച്ഛാ പ്ലീസ്, ഇതുവരെ ഞാൻ ആഗ്രഹിച്ചതൊക്കെ സാധിച്ചു തന്നില്ല. ഇതുവരെ നീ ആഗ്രഹിച്ചതെല്ലാം ഞാൻ ചെയ്തില്ലേ? ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നും മാത്രമാണ്. ഗൗരിയുടെ യാത്രയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. മോനെ, ഗൗരി നമ്മുടെ കുടുംബത്തിലെ ഒറ്റ മകളാണ്. ഈ സ്വത്ത് ആസ്തി ഇതിനൊക്കെയുള്ള ആകെയുള്ളൊരു അവകാശി. അവൾ ഇഷ്ടപ്പെട്ട കല്യാണം നടത്തി കൊടുത്തൂടെ മോനെ? നിങ്ങളുടെ മകൾ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോ, അതുപോലെ തന്നെയാണ് എന്റെ മകളെ കുറിച്ചുള്ള എന്റെ ആഗ്രഹവും. പറഞ്ഞതനുസരിക്കുക. ആ പെൺകുട്ടി ഈ വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ അവളൊരു പാവമല്ല എന്നൊക്കെ ഞാൻ കരുതിയത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അവളോട് പറഞ്ഞേനെ. മോനെ, ആരും നിന്നെ വിലകുറച്ച് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ നിന്നെ പഠിക്കാൻ വിട്ടത്. രാജമ്മയുടെ മകൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും എത്ര മര്യാദയുള്ളവനായിട്ടാ നടക്കുന്നതെന്നൊക്കെ കേൾക്കുമ്പോ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടൊക്കെ ഒന്നുമല്ലാന്ന് തോന്നിപ്പോവും എനിക്ക്. ഇപ്പോ രാജമ്മയുടെ മകൻ ഇങ്ങനെയൊക്കെ ചെയ്തു കേട്ടാ അത് മോനെ, എന്നെ കൊണ്ടത് താങ്ങാൻ പറ്റില്ല. നിന്റെ പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടിയ എന്നെ നോക്കണ്ട മോനെ. നീ നന്നായി കണ്ടാ മതി. അന്ന് ഞാനും വഴിയിലേക്ക് ജോലിക്ക് വരാന്ന് നീ പറഞ്ഞപ്പോ ഞാൻ അനുഭവിച്ച കഷ്ടം നീ അനുഭവിക്കണ്ടെന്ന് കരുതിയിട്ടാ വേണ്ടെന്ന് പറഞ്ഞത്. സമ്മതമാണെന്ന് പറ. നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ അമ്മേ, വേണ്ടടാ. ഈ കുടിലിൽ കഴിയുന്ന നമുക്കിതൊന്നും വേണ്ട പോലെ. അവരെവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെ നിൽക്കുന്നടാ.
വണ്ടി നിർത്തിക്കേ. വലിച്ച വലിച്ച ഗൗരി മോളെ എന്താ എന്താ മോളെ പോയ പോലെ തിരിച്ചു വന്നത്? വലിച്ച അച്ഛൻ എനിക്ക് വേറെ കല്യാണം തീരുമാനിക്കുക. എനിക്ക് രാജുവിനെ മതി. അവനില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. വലിച്ച ഗൗരി മോളെ എല്ലാം ഇവള് കാരണമാ. നിങ്ങൾ രണ്ടുപേരും സമാധാനപ്പെട്. നിങ്ങളുടെ കല്യാണം ഈ വല്യച്ഛൻ നടത്തി തരും. ഗൗരി, നീ വണ്ടിയിൽ കയറാ. എന്നെ വിട് വലിച്ച. പറഞ്ഞനുസരിക്കില്ലേ? കേറാനല്ലേ പറഞ്ഞേ? മുരളി, ഇനി ഒരക്ഷരം നീ പറഞ്ഞാൽ കൊന്നുകളെ ഞാൻ പറഞ്ഞേക്കാം. വാ മോളെ. ആരാത്? രാജമ്മേ, മുതലാളി, രാജമ്മ, എല്ലാവരും ഇപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ട്. അപ്പം നീയും ഇത് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിന്റെ മകനെ പ്രണയിച്ചത് കാരണം എൻ്റെ മകള് സ്വത്തും പണവും എല്ലാം ഉപേക്ഷിച്ച് നിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. ഇവള് എൻ്റെ സ്വന്തം മകളായിരുന്നെങ്കിൽ വലിച്ച നിന്നോട് മുറപ്രകാരം പെണ്ണി ചോദിച്ചു ഇവരുടെ കല്യാണം ഞാൻ എന്നേ നടത്തിയേനെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. കൊട്ടാരത്തിലോ കുടിലിലോ അവൾ നിന്റെ മകന്റെ കൂടെ ജീവിക്കാൻ തീരുമാനിച്ചു. അവളെ നീ മരുമകളായി സ്വീകരിക്കണം. മുതലാളി, ഇതൊക്കെ കേൾക്കുമ്പോ മനസ്സിനൊരു സുഖമുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഇതൊന്നും നടക്കില്ല. അങ്ങയുടെ അനിയന്റെ സ്വഭാവം ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. അദ്ദേഹം ഇതറിഞ്ഞ് ഇവര് രണ്ടുപേരെയും വെടിവെച്ച് കൊല്ലും. ഞങ്ങൾ എങ്ങോട്ടേലും പൊയ്ക്കോളാം. ഞങ്ങളെ വിട്ടേക്ക്. എനിക്കെന്റെ മോനെ വേണം. രാജമ്മേ, രാജമ്മ, നിന്റെ മകനാണ് നിനക്ക് വലുതെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നിന്റെ മകന് വേണ്ടിയാണ് അവൾ നിന്റെ കാലിൽ വീണ് കിടക്കുന്നത്. ഇവർ രണ്ടുപേരും തീരുമാനിച്ചിരുന്നെങ്കിൽ അവർക്ക് പ്രണയം തോന്നിയ നിമിഷം തന്നെ ഒന്നിക്കാമായിരുന്നു. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഇവര് തമ്മിലുള്ള പണത്തിന്റെ അന്തരമല്ലേ? അത് നിനക്കും എനിക്കും ഒക്കെയാ. പ്രണയത്തിനതില്ല. നടക്കാൻ പോകുന്നത് എന്താണെങ്കിലും അത് ദൈവനിശ്ചയം. ഗൗരി, ഗൗരി, ആ ചേച്ചി, എന്റെ മോളെവിടെ? എന്റെ 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 മോളെവിടെ? നിന്റെ ചേട്ടൻ ചെയ്തത് കണ്ടോ? ഞാൻ എത്ര പറഞ്ഞിട്ടും കേട്ടില്ല. ആ കൂലിക്കാരുടെ വീട്ടില് അവളെ കൊണ്ടുപോയി വിട്ടു. ഗൗരി, ഗൗരി, ഗൗരി. ഏയ്, ഇവിടെ എന്റെ മോള് പറയ്, പറയ്, പറയാൻ പറയ്.
അമ്മേ അമ്മേ രാജശേഖര, രാജശേഖര, വേണ്ടടാ, ഞാൻ പറയുന്നത് കേൾക്ക്. എല്ലാത്തിനും കാരണക്കാരൻ നീയല്ലേ? ഇപ്പോഴും പറയാം, ഒരു ദിവസം മരണം, അടുത്ത ദിവസം കർമ്മം. അത് ചെയ്താലും ശരി, ഒരുത്തന്റെയും മുന്നിൽ കൈകെട്ടി നിൽക്കില്ല ഞാൻ. അവള് നിന്നെ പോലും വേണ്ടെന്ന് പറഞ്ഞിട്ടാ വന്നത്. ഇപ്പൊ അവള് എന്റെ മോളാണ്. ചേട്ടാ, മകളെ ജനിപ്പിച്ചത് ഞാനാ. കുട്ടികൾ ഉണ്ടാകാത്തവരാണ് നീ. കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ വിഷയം നിനക്ക് മനസ്സിലായേനെ. നിന്റെ മോളാണെങ്കിൽ ഇതുപോലെ ചെയ്യുമായിരുന്നോ? വന്നിരിക്കുന്നു കാര്യം പറയാൻ. ഞാൻ വിട്ടേക്കാം, നീയും അവനെ വിട്. ശരി ഡാഡി. വാ. എനിക്ക് വേണ്ടി എരിയുന്ന തീയിലേക്ക് പോയപ്പോൾ തന്നെ അവൾ എൻ്റെ കൂടെ ഒരുപാട് ജന്മം ജീവിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ മകളെ നിങ്ങൾ തന്നെ കൊണ്ടുവയ്ക്കും.
ഏയ്, ദാ. ഡാഡി എന്റെ മകളെ നിന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കുകയാണ്. ഇനി നീയും അവളും കൂടെ ജീവിക്ക്. ആ ഇനി എന്തിനാ സങ്കടം? സന്തോഷമായിട്ട് ജാളിയായിട്ട് ചിരിക്ക്.